പ്പിനെത്തിയ ഫ്രാൻസിനെ അട്ടിമറിച്ച സെനഗൽ താരങ്ങളുടെ ഗോളും ആഘോഷവുമാണ് പ്രേക്ഷകർ കണ്ടത്. 2 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു സെനഗൽ ഫ്രാൻസ് പോരാട്ടം വരികയാണ്. ഇന്ന് രാത്രി 12:30-ക്കാണ് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും നാളെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. അവിടെയും ഒരു ആഫ്രിക്കൻ ടീമാണ് എതിരാളികൾ, അൾജീരിയ. എല്ലാ പ്രേക്ഷകർക്കും സോക്കർ ഗാലയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും സൂപ്പർ ടീമുകൾ ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ കളികളില്ല, ഇതിഹാസങ്ങൾ ഒന്നൊന്നായി കളത്തിലേക്ക് വരികയാണ്. എംബപ്പെ, മെസ്സി, റൊണാൾഡോ 3 പേരുടെയും മത്സരത്തിന് കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്നത്തെ ആദ്യ പോരിൽ കിലിയൻ എംബപ്പയുടെ ഫ്രാൻസ് ഇറങ്ങുകയാണ്. വെറും 27 വയസ്സിനുള്ളിൽ 2 ലോകകപ്പ് ഫൈനൽ കളിച്ച് 1 കിരീടം നേടിയ കിലിയൻ എംബപ്പയുടെ ഫ്രാൻസ് ഇന്ന് ഇറങ്ങുന്നു. എംബപ്പയിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ഫ്രഞ്ച് സംഘം. ഇത്തവണ സെനഗലാണ് എതിരാളികളെന്ന പ്രത്യേകത കൂടിയുണ്ട്. 2018-ൽ ലിയോണൽ മെസ്സിയെ കരയിച്ചാണ് ഫ്രാൻസ് കിരീടത്തിലേക്ക് ജൈത്രയാത്ര നടത്തിയതെങ്കിൽ 2022-ൽ എംബപ്പയെ നിരാശയിലാക്കി മെസ്സിയും കിരീടം ചൂടിയിട്ടുണ്ട്. മെസ്സിയും ഇറങ്ങുകയാണ് നാളെ പുലർച്ചെ 6:30 ആദ്യ മത്സരത്തിനായി. നേടാവുന്നതെല്ലാം നേടിയ ലിയോണൽ മെസ്സിയുടെ അർജന്റീന കളത്തിലിറങ്ങുമ്പോൾ അതിൽ ഒരുപക്ഷെ ഇത്രയും കാലം നമ്മൾ മെസ്സിയെ കണ്ടിരുന്നത് ഒരു വിഷാദ മുഖത്തോടെയാണ് ലോകകപ്പിന് എത്തുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. എല്ലാം നേടിയതിനു ശേഷമാണ് മെസ്സിയും സംഘവും ഇറങ്ങുന്നത്. നാളെ പുലർച്ചെ 6:30-ക്കാണ് അർജന്റീന അൾജീരിയ പോരാട്ടം. മെസ്സിക്ക് ഇത്തവണ കിരീടം നിലനിർത്താനുള്ള പോരാട്ടവുമാണ്. ഇനി 2 സൂപ്പർ താരങ്ങളെ കണ്ടു. ഇനി റൊണാൾഡോയിലേക്ക് വന്നാൽ 2 സൂപ്പർ താരങ്ങൾക്ക് ലോകകപ്പ് കയ്യിലുണ്ട്. മൂന്നാമൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും നാളെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. പോർച്ചുഗൽ പടത്തലവന് ഇത് അവസാന ലോകകപ്പാണ്. 41-ാം വയസ്സിലും ഗോൾവേട്ട തുടരുന്ന CR7 ഇനി വേണ്ടത് ലോക കിരീടം മാത്രമാണ്. കോങ്കോയ്ക്കെതിരെ രാത്രി 10:30-ക്കാണ് പോർച്ചുഗലിന്റെ ആദ്യ പോരാട്ടം. നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോയാൽ ആദ്യം ഇന്നത്തെ പോരാട്ടം നമ്മൾ പറഞ്ഞതുപോലെ ഫ്രാൻസ് സെനഗൽ പോരിലേക്കാണ്. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന അതുല്യ സംഘമാണ് ഫ്രാൻസ്. പ്രതിരോധത്തിലും മധ്യനിരയിലും മുന്നേറ്റത്തിലുമെല്ലാം പ്രതിഭകളുടെ കൂട്ടമുണ്ട് ഫ്രാൻസിന്. എന്താകും ഇത്തവണ പരിശീലകൻ ദിദിയർ ദേഷാംസും സംഘവും കരുതി വച്ചിരിക്കുന്നത്? ഫ്രഞ്ച് പടയെക്കുറിച്ച് എക്സ്പ്ലെയിനർ. ശക്തരിൽ ശക്തർ ആരെന്ന ചോദ്യത്തിന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഫ്രാൻസ് എന്ന് തന്നെയാണ് ഉത്തരം. 2018-ൽ ചാമ്പ്യന്മാരും 2022-ൽ റണ്ണേഴ്സ് അപ്പും. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയ്ക്ക് മുന്നിൽ കിരീടം കൈവിട്ട ഫ്രാൻസ് ഇത്തവണയും വരുന്നത് ടൂർണമെന്റിലെ ഏറ്റവും സന്തുലിതവും അപകടകാരിയുമായ ഒരു വൻപടയായി. കഴിഞ്ഞ 7 ലോകകപ്പുകളിൽ 4 തവണയും ഫൈനൽ കളിച്ച ഒരേയൊരു രാജ്യം. ജർമ്മനിക്കും ബ്രസീലിനും ശേഷം തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനലുകൾ എന്ന അത്യപൂർവ റെക്കോർഡിലേക്കാണ് ലേ ബ്ലൂസ് ഇത്തവണ ബൂട്ട് കെട്ടുന്നത്. യൂറോയിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് വെറും 3 ഗോൾ മാത്രം നേടി നിരാശപ്പെടുത്തിയ ഫ്രാൻസ് അല്ല ഇപ്പോഴുള്ളത്. ദശാംശ് തന്റെ തന്ത്രങ്ങൾ മാറ്റിപ്പണിതു. പുതിയ 4-2-3-1 ഫോർമേഷനിൽ ബയൺ മ്യൂണിക്കിന്റെ മിഖായൽ ഒലീസയും PSG-യുടെ സൂപ്പർ വിങ്ങർ ഒസ്മാൻ ഡംബാലയെ വലതുവശത്തും അണിനിരക്കുമ്പോൾ എതിരാളികളുടെ ഡിഫൻസ് തകർന്നടിയും. യോഗ്യതാ റൗണ്ടിൽ വെറും 4 ഗോളുകൾ മാത്രം വഴങ്ങിയ ഫ്രാൻസിന്റെ പ്രതിരോധ കോട്ട കാക്കാൻ വില്യൻ സാലിബയും ഇബ്രാഹിമ കൊനാറ്റിയും റെഡിയാണ്. ടീമിന്റെ ഏറ്റവും വലിയ കരുത്ത് അറ്റാക്കിംഗ് നിരയുടെ ആസ്തിയാണ്. ഒലീസെ, ഡംബലെ, എംബാപ്പെ, ഡിസേർദുയെ എന്നിവരുടെ മാത്രം വിപണി മൂല്യം 530 മില്യൺ യൂറോ വരും. അതായത് ബ്രസീലിന്റെ ആകെ അറ്റാക്കിംഗ് നിരയേക്കാൾ കൂടുതൽ. കഴിഞ്ഞ സീസണിൽ PSG-ക്കായി തകർപ്പൻ ഫോമിൽ കളിച്ച് ലീഗ് 1 പ്ലെയർ ഓഫ് ദി ഇയർ ആയ ഒസ്മാൻ ഡംബലെയും ബയേണിനായി 26 അസിസ്റ്റുകൾ വാരിക്കൂട്ടിയ മിഖായൽ ഒലീസയും ഫ്രാൻസിന്റെ കുതിപ്പിന് വേഗം കൂട്ടും. എന്നാൽ ഇതിനെല്ലാം മുകളിലാണ് റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ. കഴിഞ്ഞ സീസണിൽ 44 കളികളിൽ നിന്ന് 42 ഗോളുകൾ അടിച്ചുകൂട്ടിയ എംബാപ്പെ മിന്നും ഫോമിൽ. മുൻ ഫ്രഞ്ച് താരം ഒളിവർ ജിറൂദിന്റെ 57 ഗോൾ എന്ന എക്കാലത്തെയും റെക്കോർഡിന് തൊട്ടരികിലാണ് എംബാപ്പെ. ലോകകപ്പുകളിൽ ഇതിനകം 12 ഗോളുകൾ അടിച്ചുകൂട്ടിയ എംബാപ്പയ്ക്ക് മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോൾ എന്ന റെക്കോർഡ് തകർക്കാൻ ഇനി വേണ്ടത് വെറും 5 ഗോളുകൾ മാത്രം. എങ്കിലും ഫ്രാൻസിന് ചില തലവേദനകളുണ്ട്. മുൻനിരയിൽ ഒരു കൃത്യമായ ഫോക്കൽ പോയിന്റിന്റെ അഭാവവും ലൂക്ക ഡിഗ്നയോ, തിയോ ഹെർണാണ്ടസോ കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലെ ഡിഫൻസീവ് വീഴ്ചകളും ടീമിനെ ബാധിക്കും. ഈ ലെഫ്റ്റ് ബാക്ക് ദുർബലത മുതലെടുത്താണ് സൗഹൃദ മത്സരത്തിൽ ഐവറി കോസ്റ്റ് ഫ്രാൻസിനെ അട്ടിമറിച്ചത്.
ഈ ലോകകപ്പോടെ ഫ്രഞ്ച് പരിശീലക കുപ്പായം അഴിക്കുന്ന ദിദിയർ ദശാംസിനെ ഇതിലും മികച്ചൊരു യാത്രയപ്പ് നൽകാൻ ഫ്രാൻസിന് കഴിയില്ല. സിനദിൻ സിദാൻ അടുത്ത പരിശീലകനായി വരുമെന്ന വാർത്തകൾക്കിടയിലും തന്റെ കരിയറിലെ ലാസ്റ്റ് ഡാൻസ് ഒരു ലോക കിരീടത്തോടെ അവസാനിപ്പിക്കാൻ ദശാംസും സംഘവും തയ്യാറായി കഴിഞ്ഞു. കിലിയൻ എംബാപ്പയുടെ വേഗതയും ദശാംസിന്റെ തന്ത്രങ്ങളും ചേരുമ്പോൾ ഫ്രാൻസ് വീണ്ടും ലോകം കീഴടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ആഷിഖ് റഹ്മാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. ആഷിഖ്, നമ്മൾ ഈ എക്സ്പെർട്ടറിൽ കണ്ടതുപോലെ തന്നെ ഈ ശക്തരിൽ ശക്തരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫ്രഞ്ച് പടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിയുള്ള ടീം. അത് ഈ ഒരു ലോകകപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ലോകകപ്പിലായാലും അതിനു മുൻപ് കിരീടം നേടുമ്പോഴായാലും നമ്മളിത് കണ്ടു. പക്ഷേ പലപ്പോഴും ദിദിയർ ദശാംസിന്റെ ടീമിനെ കുറിച്ചുള്ള ഒരു പരാതി, ഈ ശക്തരെല്ലാം തന്നെ അവരുടെ സ്വാഭാവികമായി കളിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കളി ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാരണം അവർക്ക് അത്രയും വലിയ കളി കളിക്കേണ്ട സാഹചര്യം പോലുമില്ല. പലപ്പോഴും എതിരാളികൾ അത്രമാത്രം ദുർബലരാണ്. ഏത് പൊസിഷനിൽ വേണമെങ്കിലും മാറ്റി പരീക്ഷിക്കാൻ അത്രമാത്രം മികച്ച താരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് ഫ്രാൻസിന്. ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയുമുണ്ട്. രജിഷ്, തീർച്ചയായും കഴിഞ്ഞ 2 തവണ ലോകകപ്പ് ഫൈനലിസ്റ്റുകളാണ് ഫ്രാൻസ്. അതിനാൽ തന്നെ ഇത്തവണയും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് പുറത്തുനിന്ന്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു നിരയുമായിട്ടാണ് നമ്മൾ ഈ ഫ്രാൻസ് ഈ ലോകകപ്പിലേക്ക് എത്തുന്നത്. നമ്മൾ ആ ഫ്രാൻസിൻ്റെ ആ ഒരു നിര നേരത്തെ പരിചയപ്പെടുത്ത എക്സ്പ്ലെയിനറിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ലോകത്തിലെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലെ താരങ്ങളാണ് ആ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളതും. ഏതെങ്കിലും ടീമിൻ്റെ അല്ല, യൂറോപ്പിലെ മുൻനിര ലീഗുകളിലെ മുൻനിര ക്ലബ്ബുകളിലെ താരങ്ങളാണ് ഈ ഫ്രാൻസിൻ്റെ ആകെ സ്ക്വാഡിലുള്ളത്. പക്ഷേ മുന്നേറ്റ നിരയിൽ കളിപ്പിക്കുന്ന താരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സൈഡ് ബെഞ്ചിൽ പോലും ഉള്ളത് ഏറ്റവും മികച്ച താരങ്ങളാണ്. കാരണം ഇപ്പോൾ മൈക്കൽ ഒലീസെ ആയാലും കെയ്ലിൻ എംബാപ്പെ ആയാലും പിന്നീട് ഇങ്ങോട്ട് ഉസ്മാൻ ഡെംബലെ ആയാലും ഇവരെല്ലാവരും അത്ര മികച്ച താരങ്ങളാണ്. അതിനാൽ തന്നെ ആ ഒരു സ്ക്വാഡ് ഡെപ്ത് ഫ്രാൻസിനുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ എതിരാളികളായി വരുന്നത് സെനഗലാണ്. 2002 ലോകകപ്പിൽ ഒരു ചരിത്രം ഫ്രാൻസിനുണ്ട്. അന്ന് ഫ്രാൻസിനെ പുറത്താക്കിയത് സെനഗലിനോട് ഏറ്റ 1-0 തോൽവിയായിരുന്നു. അതിനൊരു കണക്ക് കൂടി തീർക്കാനുണ്ട് ഫ്രാൻസിന്. അങ്ങനെ നോക്കുമ്പോൾ ആ സെനഗൽ ഫ്രാൻസ് പോരാട്ടം മികച്ചൊരു പോരാട്ടം തന്നെയായി മാറുന്നതിൽ സംശയമില്ല. സെനഗലിനെ നമ്മൾ അങ്ങനെ എഴുതിത്തള്ളാനൊന്നും കഴിയില്ല. കാരണം മികച്ച താരങ്ങൾ, അത് യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന ഒരുപടി മികച്ച താരങ്ങൾ ആ സെനഗലിലുണ്ട്. പ്രത്യേകിച്ച് സാദിയോ മാനെ, അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ അൽ നാസറിലാണ് കളിക്കുന്നത്. പക്ഷേ മറ്റ് താരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന ഒരുപടി മികച്ച താരങ്ങൾ അത് പ്രതിരോധത്തിലാണെങ്കിലും മധ്യനിരയിലാണെങ്കിലും മുന്നേറ്റ നിരയിലാണെങ്കിലും ആ സെനഗലിലുണ്ട്. ഈ ഫ്രാൻസ് ഉൾപ്പെട്ട ഗ്രൂപ്പിന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. അതൊരു മരണ ഗ്രൂപ്പ് കൂടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എർലിംഗ് ഹാലൻഡിന് നോർവേ കൂടി ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മരണ ഗ്രൂപ്പിലാണ് ഫ്രാൻസ് ഉൾപ്പെട്ടത് എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇന്നത്തെ മത്സരം അതിനാൽ തന്നെ ഫ്രാൻസിന് ഏറെ നിർണായകമാണ്. കാരണം അടുത്തത് നോർവേ ആയിട്ട് വരും. ഒരുപക്ഷെ നോർവേ ഈ ലോക യോഗ്യതാ റൗണ്ടിൽ ഒരു മത്സരം പോലും തോൽക്കാതെ എത്തിയ ടീമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മരണ ഗ്രൂപ്പിലാണ് ഫ്രാൻസ് വന്നുപെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു മത്സരമാണ് ഇന്നത്തെ മത്സരം. എന്തായാലും വിജയിക്കണം. പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന ഒരു ടീം മാത്രമല്ല ആ സെനഗലുള്ളത് നമുക്കറിയാം. അത്ര മികച്ച സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. പക്ഷേ ദിദിയർ ദശാംസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ഒരു ടീമിനെ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം ആ ഒരു പ്രകടനത്തിന്, ആ ഒരു സ്ക്വാഡ് ഡെപ്തിന് ഉയർത്ത ഒരു പ്രകടനം തന്നോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഫ്രാൻസ് അവരുടെ യഥാർത്ഥ ആ ഒരു പോരാട്ടവീര്യം തെളിയിക്കും. അത് 2018-ലും 2022-ലും നമ്മൾ കണ്ടതാണ്. ഈ 2026-ലേക്ക് എത്തുമ്പോൾ അതിനൊന്നും കൂടി മൂർച്ച കൂടുന്ന തരത്തിലുള്ള താരങ്ങൾ, മൈക്കൽ ഒലീസെ ആയാലും അപ്പോൾ ദിസേർ ഡു ആയാലും ഒരുപടി മികച്ച താരങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. പ്രതിരോധത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു ആശങ്കകളുള്ളത്. അത് എങ്കിൽ പോലും അത് മറികടന്ന് ഒരുപക്ഷെ വീണ്ടും ഒരു ലോക ഫൈനലിലേക്കോ കിരീടത്തിലേക്കോ എത്താനാകുമെന്നാണ് ആ പ്രതീക്ഷിക്കുന്നത്. ദിദിയർ ദശാംസിന്റെ അവസാന ലോകകപ്പ് കൂടിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കിരീടത്തോടു കൂടി തന്റെ പരിശീലക കുപ്പായം അഴിച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയായിരിക്കും ദിദിയർ ദശാംസ് ഉണ്ടാവുക. രജിഷ, ശരി ആഷിഖ്, എന്തായാലും ലോകകപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന ഒരു ആക്രമണ നിരയായി ഫ്രാൻസിന്റെ ആക്രമണ നിര മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും, ഗോൾ അടിച്ച് കൂട്ടുമോ, ചില ഗോളുകൾ മാത്രം നേടിയാൽ തന്നെ വീണ്ടും റെക്കോർഡുകൾ മറികടക്കാൻ കാത്തിരിക്കുകയാണ് കിലിയൻ എംബപ്പെ. ആദ്യ ലോകകപ്പ് മുതൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തവണയും ഉണ്ടാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന അടുത്ത മത്സരം അത് അർജന്റീനയുടെ മത്സരമാണ്. അർജന്റീനയും ആദ്യ മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ലിയോണൽ മെസ്സിയും സംഘവും അൾജീരിയക്കെതിരെയാണ് ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. നാളെ പുലർച്ചെ 6:30-ക്കാണ് ആദ്യ മത്സരം അർജന്റീനയ്ക്ക് കളിക്കേണ്ടത്. ലോക കിരീടം നിലനിർത്താൻ ഇറങ്ങുന്ന ലിയോണൽ മെസ്സിയിൽ തന്നെയാണ് ഇത്തവണയും അർജന്റീനയുടെ പ്രതീക്ഷ. ഫുട്ബോളിലെ മാന്ത്രികത അത്ഭുതമെങ്കിൽ വിശുദ്ധനാകുന്നു ലിയോണൽ മെസ്സി. കാൽപന്താട്ടത്തിൽ അർജന്റീനയ്ക്കും മെസ്സിക്കും തെളിയിക്കാനിനി ഒന്നുമില്ല. പക്ഷേ 36 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കിരീടം അങ്ങനെ കൈവിടാൻ അർജന്റീന ഒരുക്കമല്ല. മെസ്സിയും
4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ലോകകപ്പ് പോരിനിറങ്ങുമ്പോൾ മാറ്റം ഫുട്ബോളിനല്ല, മെസ്സിക്കാണ്. ആനന്ദത്താൽ ആറാടുന്ന ലിയോണൽ മെസ്സിയെ നിങ്ങൾ ഇതിനു മുൻപ് ലോകകപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അയാളുടെ 2 പതിറ്റാണ്ട് പിന്നിടുന്ന കരിയറിൽ ഭൂരിഭാഗം കാലവും വിഷാദത്തിന്റെ ഛായയുണ്ടായിരുന്നു. 2021 കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നതുവരെ. ആദ്യം മറഡോണയുടെ ആശീർവാദം. 2006 അവിടെ പരിശീലകൻ പെക്കർമാന് പിഴച്ചു. 2010 മറഡോണയുടെ ശിക്ഷണം. അവിടെ ഇതിഹാസവും സൂപ്പർ താരവും തലകുനിച്ചു. 2014 കലാശപ്പോരാട്ടം വരെ എത്തിയ മുന്നേറ്റം. വിധി വിജയം തട്ടിയകറ്റി. 3 തവണയും മെസ്സിക്കും ലോകകപ്പിന് മുന്നിൽ ജർമ്മൻ പടയാളികൾ ആർത്താഹ്ലാദിച്ചു. 4ാം വട്ടം എംബപ്പെ മെസ്സിയെയും അർജന്റീനയെയും ഓടിത്തോൽപ്പിച്ചു. 5ാം ലോകകപ്പിൽ മെസ്സി വിട്ടുകൊടുത്തില്ല അർജന്റീനയും. കിരീടം, ആഹ്ലാദം, പട്ടാഭിഷേകം. വിഷാദപ്പൂട്ട് പൊട്ടിച്ച് മെസ്സി കിരീടം സ്വന്തമാക്കാൻ തുടങ്ങിയതിനു ശേഷം പിന്നീടൊരിക്കലും അർജന്റീനയ്ക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. 2021 ബ്രസീലിനെ വീഴ്ത്തി നേടിയ കോപ്പയ്ക്ക് പിന്നാലെ 2022 യൂറോ കപ്പ് ചാമ്പ്യന്മാരായ ഇറ്റലിയെ തോൽപ്പിച്ച് ഫിനൽ സെമിയും ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ തകർത്ത് ലോക കിരീടവും മെസ്സിയും അർജന്റീനയും നേടി. 2024 ഒരിക്കൽ കൂടി കോപ്പ അമേരിക്കയിൽ എത്തിയപ്പോഴും മെസ്സിയും അർജന്റീനയും ചാമ്പ്യൻ പട്ടം വിട്ടുകൊടുത്തില്ല. അവിടെ കരഞ്ഞത് കൊളംബിയ. ചാമ്പ്യൻ പട്ടത്തിന്റെ മധുരം നുണയാൻ മെസ്സി തുടങ്ങിയതിനു ശേഷം അർജന്റീനയുടെ ഷെൽഫിലെത്തിച്ചത് 4 കിരീടങ്ങൾ. ഇത്തവണ മെസ്സിയും അർജന്റീനയും ലോകകപ്പിനെത്തുമ്പോൾ പതിവ് സമ്മർദ്ദം സൂപ്പർ താരത്തിനില്ല. കൈപിടിച്ച് വളർത്തിയ കുട്ടിത്താരങ്ങൾ ഓരോരുത്തരായി ടീമിന്റെ നെടുന്തൂണായി മാറിയിരിക്കുന്നു. ഫുട്ബോൾ ചക്രവർത്തിയുടെ സിംഹാസനം എന്നേ ഒപ്പമെത്തിക്കഴിഞ്ഞു. കൂടെ അമേരിക്കൻ മണ്ണ് ബ്യൂണസ് ഐറിസ് പോലെ സുപരിചിതമാക്കിയ ഇന്റർ മയാമിയിലെ അനുഭവവും കരുത്തും. ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലെത്തിയ മെസ്സിപ്പടയെ എതിരാളികൾ കാണാനിരിക്കുന്നതേയുള്ളൂ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഖിലാഫ ചേരുകയാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ, എന്തായാലും ലിയോണൽ മെസ്സി ആദ്യ മത്സരത്തിന് ഇറങ്ങും എന്ന കാര്യമാണ് കോച്ച് ലിയോണൽ സ്കലോണിയും അവസാന നിമിഷം നൽകുന്ന ഒരു അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ മുന്നേറ്റ നിരയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഹൂലിയൻ ആൽവരസ് ആയാലും അതോടൊപ്പം മാർട്ടിനസ് ആയാലും അവർക്കൊക്കെ ഈ പരിക്കിന്റെ ഒരു പ്രശ്നം ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും മാറി പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കലോണി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണ് മെസ്സി തീർച്ചയായും ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകും, താരം പൂർണ്ണതോതിൽ ആരോഗ്യം വീണ്ടെടുത്തു എന്നാണ് സ്കലോണി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അൾജീരിയക്കെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ നായക വേഷത്തിൽ ആദ്യ 11-ൽ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ മെസ്സി ഈ കളത്തിലേക്ക് എത്തും. കഴിഞ്ഞ മത്സരങ്ങളില്ല, സൗഹൃദ മത്സരത്തിൽ അവസാന മത്സരത്തിൽ മെസ്സി ഐലൻഡിനെതിരെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരുന്നു കളത്തിലെത്തിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ താരം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായി നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം തന്നെ താരം പൂർണ്ണതോതിൽ ആരോഗ്യം വീണ്ടെടുത്തു. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്കലോണി അറിയിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ലൗട്ടാറോ മാർട്ടിനസും അതേപോലെ തന്നെ ഹൂലിയൻ ആൽവരസും പരിക്ക് മാറി ഭേദമായി ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് അതിവേഗം സാധ്യത 11-ലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഇവരുടെ ഗോൾ വല. പിന്നീട് റൈറ്റ് ബാക്കിൽ എത്തുക മൊലീന, അതേപോലെ തന്നെ മൊലീന ആയിരിക്കും റൈറ്റ് ബാക്കിൽ എത്തുക. ക്രിസ്ത്യൻ റൊമേറോ സെന്റർ ബാക്കായും ലിസാൻഡ്രോ മാർട്ടിനസ് സെന്റർ ബാക്കായും ഉണ്ടാകും. ഒപ്പം ലെഫ്റ്റ് ബാക്കായി എത്തുക നിക്കോളാസ് ടാഗ്ലിയഫിഗോ ആയിരിക്കും. അത് 4-4-2 എന്ന പൊസിഷനിലാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. പിന്നീട് മിഡ്ഫീൽഡറിൽ എത്തുമ്പോൾ സിമോണിയും അതേപോലെ തന്നെ ഹെൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക് അലിസ്റ്ററും തിയാഗോ ആൽമേഡയും എത്തും. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധ്യത 11 മാത്രമാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സീനിയർ താരങ്ങളായിട്ടുള്ള പരേഡേസും ഡീപോളും അടക്കമുള്ള താരങ്ങൾ ഇതിൽ ഇടം പിടിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിയോണൽ മെസ്സിയും ഹൂലിയൻ ആൽവരസും ആയിരിക്കും സ്ട്രൈക്കർമാരുടെ വേഷത്തിലെത്തുക. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 4-3-3 എന്ന ഫോർമേഷൻ ആണെങ്കിൽ തിയാഗോ ആൽമേഡയ്ക്ക് പകരം ഫോർവേഡായി എത്തുക ലൗട്ടാറോ മാർട്ടിനസ് ആയിരിക്കും. എന്തായാലും ഒരു വലിയ ആവേശത്തിൽ തന്നെയാണ് അർജന്റീന ആരാധകർ. രജീഷ്.
തീർച്ചയായും ഖിലാഫ്. എന്തായാലും അർജന്റീന ആദ്യ മത്സരത്തിന് നാളെ പുലർച്ചെ 6:30-ക്കാണ് ഇറങ്ങേണ്ടത്. വലിയ ആവേശം തന്നെ നമുക്ക് നാട്ടിലും കാണാം. ഫ്രാൻസും സെനഗലും ഇന്ന് പോരാട്ടത്തിനിറങ്ങുന്നു. അർജന്റീനയും പോർച്ചുഗലും അടുത്ത ദിവസം നാളെ പുലർച്ചെ അർജന്റീനയും രാത്രി പോർച്ചുഗലും ഇറങ്ങുന്നു. എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ്. നമ്മൾ ആരാധകരുടെ ആവേശത്തിലേക്ക് കൂടി പോയാൽ കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ആകാശ് തടത്തിൽ ചേരുകയാണ്. ആകാശ്, വലിയ ആവേശം എല്ലായിടത്തും കാണാം. എന്താണ് ആരാധകർക്ക് പറയാനുള്ളത്? തീർച്ചയായും രുചീഷ്, ഇനി അർജന്റീന മത്സരത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അൾജീരിയയാണ് എതിരാളികൾ. ഏതായാലും ആദ്യ മത്സരം തന്നെ മെസ്സിയും സംഘവും വലിയ പ്രതീക്ഷയാണ് ഇവർക്ക് ഉയർത്തുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ്. കൂടാതെ മെസ്സിയും കളത്തിലിറങ്ങുന്നുണ്ട്. നമ്മളുള്ളത് മുട്ടായി തെരുവിലെ ആരാധക വൃന്ദത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അർജന്റീന ആദ്യ മത്സരം കളിക്കാൻ പോവാണ്. എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരായിട്ടാണ് നിലവിൽ ആദ്യം ഈ വേൾഡ് കപ്പിന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മളൊരു കംഫർട്ടബിൾ ആണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളെ എല്ലാ ടീമുകളും നമ്മളെ എല്ലാ പ്ലേയേഴ്സും ഫിറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മെസ്സി ആദ്യ 11 ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ മുൻനിരയിൽ മാർട്ടിനസ്, അൽമാര, മെസ്സി, പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ മൊളീന, ഒരുവിധം നമ്മളെ ഒട്ടാമതി എല്ലാ പ്ലേയേഴ്സ്, റൊമാരോ ഉണ്ട്. പിന്നെ ലെഫ്റ്റിലാണെങ്കിൽ എല്ലാവരും അടിപൊളിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ടീം നിലവിൽ അടിപൊളിയാണ്. അതേസമയം അൾജീരിയ എന്നാൽ നല്ല ടീമാണ്. നിലവിൽ സാധാ ഒരു ടീമൊന്നല്ല, മികച്ച ടീമാണ്. അപ്പോൾ അർജന്റീന ഈ ഒരു വേൾഡ് കപ്പ് കൂടി തൂക്കാനുള്ള ഒരു മുന്നിലാണ് നിൽക്കുന്നത്. ഈ വേൾഡ് കപ്പ് കൂടി അർജന്റീന നമ്മൾ തൂക്കിയിട്ട് ചരിത്രത്തിന്റെ ഭാഗമാവാനുള്ള ഒരു തീരുമാനത്തിലാണ് ടീം ഇറങ്ങുന്നത്. അർജന്റീനയുടെ കളി കാണാൻ ബ്രസീലുകാരും ഉണ്ട്. കാരണം ബ്രസീലാണ് അർജന്റീന ഒരു തോൽവി അല്ലെങ്കിൽ ഒരു സമനില കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ നിങ്ങൾ കണ്ടുകൊണ്ടറില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന വെർസസ് വേൾഡ് ടീമായിരുന്നു. അർജന്റീന ഒറ്റക്കും, ബാക്കി ഇപ്പോൾ ഈ ബ്രസീൽ സപ്പോർട്ടായിരുന്നു. ഫ്രാൻസിനും സ്പെയിനും ഒക്കെ ഫ്രാൻസിൻ്റെ സപ്പോർട്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു മാച്ച് നമ്മൾ അത് എന്താ പറയുക, അതൊക്കെ മറികടന്നുണ്ടെങ്കിൽ നിലവിൽ ചാമ്പ്യന്മാരായിട്ടാണ് നമ്മളിപ്പോൾ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. അത് നല്ലൊരു ഓപ്പൺ തന്നെ കിട്ടും ചെയ്തു സ്റ്റാർട്ടിങ് ഗെയിം തന്നെ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ടീം സെറ്റാണ്. നമുക്ക് ആ ഒരു ഇതുവരെ കിട്ടാത്ത സാധനമാണല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഇല്ല. ഇതുവരെ നമ്മൾ LED TV കാലത്ത് കപ്പുണ്ടോ, നിങ്ങൾ ജനറേഷൻ കപ്പ് കണ്ടിട്ടുണ്ടോ, നിങ്ങൾ 36 വർഷമായില്ലേ, അങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. നാളത്തെ കളി എന്ന് പറഞ്ഞാൽ അടിച്ചു പോലെ 6 ഗോൾ അടിക്കും. ജർമ്മനി ആരാധകരൂടെ ഉണ്ട്. ഏതായാലും ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീനയും കൂടാതെ 28-ാം സ്ഥാനത്ത് നിൽക്കുന്ന അൾജീരിയയും തമ്മിലുള്ള മത്സരത്തിൽ അർജന്റീന തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. കൂടാതെ നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. മെസ്സിയും സംഘവും കളത്തിലിറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധകർ ഇനി കാത്തിരിക്കുന്നത്. രാവിലെ 6:30യോടെയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. അതിനാൽ തന്നെ 6:30-ക്ക് തന്നെ എല്ലാ ഫാൻസ് ആളുകളും സ്ക്രീനിന്റെ മുമ്പിലായിട്ട് എത്തുമെന്ന് അറിയിക്കുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണ് മിഠായി തെരുവിലെ കച്ചവടക്കാർ. ഏതായാലും ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പും ഇത്തവണത്തെ വേൾഡ് കപ്പും അർജന്റീന തൂക്കുമെന്നാണ് ഇവർ പറയുന്നത്. ശരി ആകാശ്, എന്തായാലും വലിയ ആവേശം കാണാം. നമ്മൾ ഈ പറയുന്ന പോലെ പലപ്പോഴും നമുക്ക് ഈ ഉറക്കം വെച്ച് കളി കാണേണ്ട അവസ്ഥയാണ് പല മത്സരങ്ങളിലും ഉള്ളത്. എന്തായാലും അർജന്റീന ആരാധകർക്ക് ആദ്യ മത്സരം എന്തായാലും സാവധാനം ഉറങ്ങി രാവിലെ 6:30-ക്ക് എഴുന്നേൽറ്റാൽ മതി. എന്തായാലും 6:30-ക്ക് അൾജീരിയയുമായാണ് അർജന്റീനയുടെ നാളെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. ലോക ചാമ്പ്യന്മാർ ഇറങ്ങുകയാണ്, ലിയോണൽ മെസ്സി ഇറങ്ങുകയാണ്. വലിയ ആവേശം കേരളത്തിലും നമുക്ക് കാണാം. ഇത്തവണ കിരീടം കാക്കാൻ ഇറങ്ങുന്ന ലിയോണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും മുന്നിൽ വിലങ്ങുതടിയായി ഒരു ചരിത്രമുണ്ട്. 6.5 പതിറ്റാണ്ട് കാലമായി ഒരു ടീമും ലോകകപ്പിൽ തുടർച്ചയായി കിരീടം നേടിയിട്ടില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ഇറ്റലിക്കും ബ്രസീലിനും മാത്രം സ്വന്തമായ നേട്ടമാണ് ഇത്തവണ മെസ്സിയുടെ അർജന്റീനയുടെ ലക്ഷ്യം. 16 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് ലിയോണൽ മെസ്സി ദോഹയിൽ കിരീടമുയർത്തിയത്. 4 വർഷത്തിനിപ്പുറം കിരീടം നിലനിർത്താൻ മെസ്സിയും സംഘവും തയ്യാറെടുക്കുമ്പോൾ മുന്നിൽ ലോക ചാമ്പ്യന്മാർക്കുള്ള ശാപത്തിന്റെ കഥകളാണ് വെല്ലുവിളി. 1962 മുതൽ ആർക്കും സാധ്യമാക്കാത്ത നേട്ടമാണ് അർജന്റീനയ്ക്ക് മുമ്പിൽ. 1934-ലും 1938-ലും കിരീടമുയർത്തിയ ഇറ്റലിയാണ് ആദ്യമായി ലോക കിരീടം നിലനിർത്തിയ സംഘം. അതിനുശേഷം വീണ്ടും 2 തവണ കിരീടം നേടിയെങ്കിലും തുടർച്ചയായ നേട്ടത്തിലെത്താൻ ഇറ്റലിക്കായില്ല.
1958-ലും 1962-ലും സാക്ഷാൽ പെലെയുടെ ബ്രസീലും ഇറ്റലിയുടെ നേട്ടത്തിന് ഒപ്പമെത്തി. എന്നാൽ പിന്നീട് ഒരിക്കലും ഒരു ടീമിനും ലോകകപ്പിൽ തുടരെ കിരീടം നേടാനായിട്ടില്ല. കഴിഞ്ഞ 64 വർഷത്തിനിടെ പലരും തുടരെ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നിലനിർത്താൻ ഒരു ടീമിനും സാധിച്ചില്ല. ആയിരത്തി 1986-ൽ ജർമ്മനിയെ തോൽപ്പിച്ച് കിരീടം നേടിയ മറഡോണയുടെ അർജന്റീന 1990-ൽ ഫൈനലിൽ എത്തിയെങ്കിലും ജർമ്മനിയോട് തന്നെ തോറ്റു. 1982 മുതൽ 1990 വരെ തുടരെ 3 ഫൈനൽ കളിച്ചെങ്കിലും ജർമ്മനി കിരീടം നേടിയത് 1 മാത്രം. പിന്നാലെ ബ്രസീലിന്റെ ഊഴം. 1994 മുതൽ 2002 വരെ 3 ഫൈനലും കളിച്ച ബ്രസീൽ 2 കിരീടം നേടി. 1994-ലും 2002-ലും 2 തവണ തുടർച്ചയായി കിരീടം നേടുവാനുള്ള അവസരം പാഴായി. 2018-ൽ കിരീടം നേടിയ ഫ്രാൻസ് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ എത്തിയെങ്കിലും അർജന്റീനയോട് തോറ്റു. നെതർലാൻഡ് ആകട്ടെ 1974, 1978 ലോകകപ്പിൽ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നേടാനായില്ല. 21-ാം നൂറ്റാണ്ടിൽ നടന്ന 6 ലോകകപ്പുകളിലാകട്ടെ വ്യത്യസ്ത ചാമ്പ്യന്മാരാണ് ഉണ്ടായത്. 2002-ൽ ബ്രസീൽ, 2006-ൽ ഇറ്റലി, 2010-ൽ സ്പെയിൻ, 2014-ൽ ജർമ്മനി, 2018-ൽ ഫ്രാൻസ്, 2022-ൽ അർജന്റീന. ഇറ്റലിക്കും ബ്രസീലിനും മാത്രം സാധ്യമായ സ്വപ്നം അർജന്റീന സ്വന്തമാക്കുമോ? കാത്തിരിക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി ചില കായിക വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിൽ. ലോകകപ്പ് വേദിയിൽ സിനദിൻ സിദാന്റെ ഓട്ടോഗ്രാഫ് വാങ്ങി ബ്രസീലിയൻ ഇതിഹാസം കക്കയടക്കമുള്ള താരങ്ങൾ. ഫ്രഞ്ച് താരം പോൾ പോഗ്ബ, ബ്രസീലിയൻ താരങ്ങളായ മാർസലോ, റോഡ്രിഗോ എന്നിവരും ജേഴ്സിയിൽ സിദാന്റെ ഓട്ടോഗ്രാഫ് സ്വന്തമാക്കി. ലോകകപ്പ് കിരീടം സമ്മാനിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫയുടെ മൗനാനുമതി. ട്രംപിന്റെ ആഗ്രഹത്തോട് എതിര് പറയാത്ത ഫിഫ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുമെന്നാണ് റിപ്പോർട്ട്. കാനഡ, മെക്സിക്കോ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വേദിയിലാണ് ട്രംപ് കിരീടം സമ്മാനിക്കുക. നേരത്തെ ക്ലബ് ലോകകപ്പ് വേദിയിലും ഡൊണാൾഡ് ട്രംപാണ് കിരീടം കൈമാറിയത്. സൊമാലിയൻ റഫറിക്ക് വീസ നിഷേധിച്ചതിൽ പ്രതികരിക്കാത്ത ഫിഫയുടെ പുതിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ഇറാൻ ടീമിനെതിരെ പ്രതിഷേധവുമായി ഇറാനിയൻ അമേരിക്കൻസ്. ഇറാൻ ഭരണകൂടത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇറാന്റെ പൗരോഹിത്യ ഭരണകൂടത്തെ നീക്കം ചെയ്യണമെന്ന മുദ്രാവാക്യം മുഴക്കിയും ഇറാൻ വിരുദ്ധ കൊടിയുമേന്തിയാണ് ഒരു സംഘം ആളുകൾ ലോസ് ആഞ്ചലസിൽ ഒത്തുചേർന്നത്. IRGCയെ പിന്തുണയ്ക്കുന്നവർ എന്നാരോപിച്ചാണ് ഇറാൻ ടീമിനെതിരെ പ്രതിഷേധം നടത്തിയത്. 400ഓളം പേരാണ് പ്രതിഷേധത്തിൽ ഒത്തുചേർന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ജർമ്മൻ ടീമിന്റെ ജേഴ്സി സമ്മാനിച്ച് ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്. 80ാം പിറന്നാൾ സമ്മാനമായാണ് ദേശീയ ടീമിന്റെ ജേഴ്സി ജർമ്മൻ ചാൻസലർ ട്രംപിന് നൽകിയത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായി ട്രംപ് 47 എന്ന് ആലേഖനം ചെയ്ത ജേഴ്സിയാണ് മേഴ്സ് കൈമാറിയത്. എന്തൊക്കെയായാലും നമ്മളെല്ലാം ഒരു ടീമല്ലേ എന്ന ക്യാപ്ഷനോടെ മേഴ്സ് തന്നെയാണ് ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത്. ഇനി നോക്കാം ഇന്നത്തെ താരം. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ പോരാളികൾ തലകുനിച്ചത് കേപ്പ് വെർദെ എന്ന രാജ്യത്തിന് മുന്നിലല്ല. 40ന്റെ ചെറുപ്പവുമായി തിളങ്ങിയ അവരുടെ ഗോൾ കീപ്പർ ഉസീഞ്ഞയ്ക്ക് മുന്നിലാണ്. ആദ്യ മത്സരം കൊണ്ട് തന്നെ കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യം ആരാധകരുടെ പ്രിയപ്പെട്ട സംഘമായി മാറിക്കഴിഞ്ഞു. ജോസിമർ ഡിയാസിന് ഒസീഞ്ഞ എന്ന ചെല്ലപ്പേര് നൽകിയത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഒസീഞ്ഞ എന്നാൽ പോർച്ചുഗീസിൽ ചെറിയ ശബ്ദമെന്നാണ് അർത്ഥം. സ്പെയിൻ നിരയുടെ ആക്രമണങ്ങളുടെ മുനയൊടിച്ചത് പക്ഷേ ചെറിയ ശബ്ദമായിരുന്നില്ല. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 90 മിനിറ്റും ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു.
പ്രതിരോധ നിരയെ ചേർത്ത് നിർത്തി ഗോളെന്നുറപ്പിച്ച ഷോട്ടുകൾ ഒന്നൊന്നായി തട്ടിയകറ്റി. സ്പെയിന്റെ എണ്ണം പറഞ്ഞ് 7 ഷോട്ടുകൾ വലതൊടാതെ മടക്കി. സാവോ വിസിന്റെയുടെ തെരുവുകളിൽ മുതിർന്നവർക്കൊപ്പം പന്ത് തട്ടിയാണ് ജോസിമർ ഡിയാസ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായിരുന്നതിനാൽ ഒപ്പം കളിച്ചവരിൽ നിന്ന് നേരിട്ടത് സംഘം ചേർന്നുള്ള കൊടിയ മർദ്ദനം. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്ന ഡിയാസിന്റെ പോരാട്ടം എത്തി നിൽക്കുന്നത് ലോക ചാമ്പ്യന്മാരെ മുട്ടുകുത്തിച്ച ലോകകപ്പ് വേദിയിൽ. സ്പെയിനിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ബലൻഡോർ ജേതാവ് റോഡ്രി, ഏത് പ്രതിരോധ കോട്ടയും വെട്ടിയൊഴിയുന്ന കൗമാരതാരം ലമീൻ യമാൽ, ഒപ്പം ആക്രമണത്തിലും മധ്യനിരയിലും പ്രതിരോധത്തിലും യൂറോപ്പിനെ അടക്കി ഭരിക്കുന്ന ഒരുപിടി താരങ്ങൾ, മികച്ച പന്തടക്കം. എന്നിട്ടും സ്പെയിൻ ഉയർത്തുന്ന 40ന്റെ ചെറുപ്പത്തിന് മുന്നിലാണ്. ഒസിഞ്ഞ ഒരു വൻമതിൽ കണക്കെ സ്പാനിഷ് അർമാൻഡയെ പിടിച്ചുകെട്ടി. പ്രതിരോധ കോട്ട തകർക്കാൻ കിണഞ്ഞു ശ്രമിച്ച സ്പെയിൻ നിരയെ പെനാൽറ്റി ബോക്സിൽ വെല്ലുവിളിച്ചു ഒസിഞ്ഞ. നെഞ്ചിൽ വാങ്ങിയ പന്ത് തന്റെ മുന്നിലേക്ക് തട്ടിയിട്ടായിരുന്നു ഒസിഞ്ഞ സ്പെയിൻ ആക്രമണ നിരയെ പന്തെടുക്കാൻ ക്ഷണിച്ചത്. എന്താണ് ചെയ്യുന്നതെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന 40-കാരന് മുന്നിൽ മുൻ ലോക ചാമ്പ്യന്മാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പെരുമക്കേട്ട നിരവധി താരങ്ങൾ കളത്തിലുണ്ടായിരുന്നിട്ടും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒസിഞ്ഞ പുരസ്കാര നേട്ടത്തിന് ശേഷം പൊട്ടിക്കരഞ്ഞു. വിശ്വവേദിയിലേക്ക് വഴിയൊരുക്കിയ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്ദി പറഞ്ഞു. വീസ കിട്ടാത്തതിനാൽ അമേരിക്കയിൽ എത്താനാകാത്ത അമ്മയെ ഓർത്തു മാത്രമായിരുന്നു നിരാശ. കേപ്പിന്റെ ഗോൾ വല കാക്കാൻ ഒസിഞ്ഞ ഉള്ളത്രയും നാൾ ഒരു കാര്യം ഉറപ്പാണ്: ഈ കുഞ്ഞൻ രാജ്യത്തെ മറികടക്കുക എളുപ്പമല്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.